നമസ്കാരം. ഇന്ന് നമ്മൾ നെവിൽ ഗൊദാർഡ് എന്ന മഹാനായ ഒരു ചിന്തകന്റെ വളരെ ശക്തമായൊരു ടെക്നിക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയുടെ ഹൃദയം എന്താണെന്ന് അത് മുന്നോട്ട് വെച്ച ആളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടുനോക്കാമല്ലേ? ഈ ടെക്നിക്ക് പറയുന്നത് എന്താണെന്ന് വച്ചാൽ, ഒറ്റ രാത്രിയിലെ ശ്രദ്ധാപൂർവമായ സമർപ്പണം കൊണ്ട് പ്രപഞ്ചത്തെ നമ്മുടെ ആഗ്രഹങ്ങളുമായി ഒത്തുചേർക്കാൻ കഴിയുമെന്നാണ്. കേൾക്കുമ്പോൾ കൊള്ളാമല്ലേ? അപ്പോ എന്താണ് ഈ രീതി? ശരിക്കും പറഞ്ഞാലിത് ഗൊദാർദിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ്. നമ്മുടെ മാനിഫെസ്റ്റേഷനുകൾക്ക്, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേഗത കൂട്ടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ടെക്നിക്ക്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കുന്നതിനു മുൻപ് നമ്മൾ ഇതിന്റെ പിന്നിലുള്ള ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. എല്ലാത്തിന്റെയും തുടക്കം ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ്. അതാണ് സങ്കല്പനിയമം അല്ലെങ്കിൽ ലോ ഓഫ് അസംഷൻ. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈ നിയമം ഇത്രയേ പറയുന്നുള്ളൂ: നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്ത് കാര്യമാണോ സത്യമെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായിട്ട് മാറും. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നോ? നമ്മുടെ ഉപബോധ മനസ്സുണ്ടല്ലോ, അതൊരു കാന്തം പോലെയാണ്. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളുമായി ചേരുന്ന സാഹചര്യങ്ങളെ അത് ആകർഷിക്കും, ചേരാത്തതിനെ അങ്ങ് തള്ളിമാറ്റും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളിവിടെ വെറുതെ പകൽക്കിനാവ് കാണുന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അല്ലേയല്ല. മറിച്ച് ഒരു പുതിയ യാഥാർത്ഥ്യത്തെ നമ്മുടേതായി അങ്ങ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ തിയറി മതി. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം, അല്ലേ? ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഒരു കാര്യം ഭയങ്കര ക്ലിയറാണ്. ഈ മാനിഫെസ്റ്റേഷന് നല്ല പവർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, മനസ്സിൽ തട്ടുന്ന ഒരൊറ്റ ആഗ്രഹം, അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങളുടെ ആഗ്രഹം പറയേണ്ടത് അത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞതുപോലെയാണ്, അതായത് പ്രസന്റ് ടെൻസിൽ. കാരണം എനിക്കൊരു പുതിയ ജോലി കിട്ടി എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഫീലുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ഫീലിനാണ് പവർ. ശരി, ഇനി നമുക്ക് ഈ രീതിയുടെ ഹൃദയഭാഗത്തേക്ക് കടക്കാം. 4 സിമ്പിൾ സ്റ്റെപ്പുകൾ. ഇത് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അപ്പോൾ ആ 4 സ്റ്റെപ്പുകൾ ഇതാണ്. ആദ്യം റിലാക്സ് ചെയ്യുക, പിന്നെ മനസ്സിൽ കാണുക, അതായത് വിഷ്വലൈസ് ചെയ്യുക. മൂന്നാമതായി ആ ഫീലിംഗ് ഉൾക്കൊള്ളുക. അവസാനം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഈ 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ആ ഒരു രാത്രിയിലെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നതാണ്. ചുറ്റുമുള്ള ബഹളമൊക്കെ ഒഴിവാക്കി ഇനി വരാൻ പോകുന്ന വിഷ്വലൈസേഷനു വേണ്ടി മനസ്സിനെ ഒന്ന് ഒരുക്കുക, അത്രയുള്ളൂ. അടുത്തതായിട്ട് നിങ്ങളുടെ ഭാവനയെ അങ്ങ് അഴിച്ചുവിടുക. മനസ്സിൽ ഒരു സിനിമ കാണുന്നതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഇപ്പോൾ സംഭവിക്കുന്നതായിട്ട് കാണണം, എല്ലാ ഡീറ്റെയിൽസോടെയും നല്ല ക്ലിയറായിട്ട്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. ഈ വിഷ്വലൈസേഷൻ കൂടുതൽ റിയലാക്കാൻ നിങ്ങളുടെ 5 സെൻസുകളും ഉപയോഗിക്കണം. ആ കാഴ്ചകൾ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, ആ വിജയത്തിന്റെ മണം, രുചി, ആ ഒരു ഫീല് എല്ലാം അനുഭവിക്കണം. ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ശരിക്കും പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിംഗ്, അത് ശരിക്കും അനുഭവിക്കണം, ആത്മാർത്ഥമായിട്ട്. കാരണം ആ ഒരു വികാരമാണ് പ്രപഞ്ചത്തിലേക്ക് ഏറ്റവും പവർഫുള്ളായ സിഗ്നൽ അയക്കുന്നത്. അവസാനമായി നിങ്ങൾ അനുഭവിച്ച ആ ഒരു കിടിലൻ ഫീലിംഗ് ഉണ്ടല്ലോ, അതിനെ ഒരു ചെറിയ വാക്യമാക്കി മാറ്റുക, ഒരു അഫർമേഷൻ പോലെ. എന്നിട്ട് അത് മനസ്സിലിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനാണെന്നോ? അത് നമ്മുടെ ഉപബോധ മനസ്സിലങ്ങ് ഉറച്ചുപോകാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഒറ്റ രാത്രിയിലെ പരിപാടിയല്ല. ശരിക്കും ഇത് നിങ്ങളെ തന്നെ ഒരു പുതിയ ആളായി മാറ്റുന്നതിനെക്കുറിച്ചാണ്, ആ ഒരു ഫീലിംഗിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം ബോധപൂർവം തിരഞ്ഞെടുത്ത് അത് അനുഭവിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന അതേ നിയമം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവരയ്ക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ.